ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടക്കുകയാണ്. അവിടുത്തെ കൂടെ മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തോളിൽ പരുക്കനായ ഒരു ഷാൾ ധരിച്ചിട്ടുണ്ട്. ഒരു അറാബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് പെട്ടെന്ന് കടന്നു വരികയും നബി തങ്ങളുടെ തോളിലുള്ള തട്ടം പിടിച്ചു വലിക്കുകയും ചെയ്തു. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കിയപ്പോൾ വലിയുടെ ശക്തിയിൽ അവിടുത്തെ പിരടിയിൽ അടയാളം വീണിട്ടുണ്ട്. ആ അറാബിയായ മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവശ്യപ്പെട്ടു, അള്ളാഹു നൽകിയതിൽ നിന്ന് എനിക്ക് തരാൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അറാബിയിലേക്ക് തിരിഞ്ഞു നോക്കി, എന്നിട്ട് പുഞ്ചിരിച്ചു. ശേഷം സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹത്തിന് ആവശ്യമുള്ളത് കൊടുക്കാൻ പറഞ്ഞു. ഈ ചരിത്രം ഞാനിവിടെ പറഞ്ഞത് ലോകത്തിൻ്റെ കാരുണ്യമായി ഭവിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെക്കുറിച്ച് പറയുകയാണ് നാം. ഇന്നുവരെ കഴിഞ്ഞുപോയവരിലും ഇനി വരാനിരിക്കുന്നവരിലും ആർദ്ര മൂല്യങ്ങളെ ഇത്രയധികം ലോകത്ത് പ്രസരിപ്പിച്ച മറ്റൊരു നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലാതെ മറ്റൊരാളില്ല. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അംബിയാ അധ്യായത്തിൽ 107-ാം സൂക്തത്തിൽ ലോകത്തോട് മുഴുവനും വിളിച്ചു പറഞ്ഞത്, ഉമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നബിയെ ലോകത്തിനു മുഴുവനും അനുഗ്രഹമായിട്ടല്ലാതെ അങ്ങയെ നാം നിയോഗിച്ചിട്ടില്ല. ഇവിടെ ആലമീൻ എന്നതുകൊണ്ടുള്ള ഉദ്ദേശം മാസിവൽ ഭാരി, അള്ളാഹു ഒഴികെയുള്ള എല്ലാമാണെന്ന് മഹാന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ലോകത്തേക്ക്, ഈ പ്രപഞ്ചത്തിൽ അഖിലത്തിനും കാരുണ്യമായിട്ട് കടന്നു വന്നവരാണ്. മണ്ണിനും വിണ്ണിനും വായുവിനും വെള്ളത്തിനും മനുഷ്യനും മൃഗത്തിനും ചലിക്കുന്നവയ്ക്കും ചലിക്കാത്തവയ്ക്കുമെല്ലാം കാരുണ്യമാണ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൂറത്ത് തൗബയുടെ 128-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാതെ കരുണ ചെയ്യുന്നവരെന്നും വല്ലാതെ വിട്ടുവീഴ്ച ചെയ്യുന്നവരെന്നും പറയുന്നുണ്ട്. ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ പ്രയോഗിച്ചത് റഊഫുൻ, അള്ളാഹുവിനെ കുറിച്ച് പ്രയോഗിക്കുന്നത് പോലെ വല്ലാതെ വിട്ടുവീഴ്ച നൽകുന്നവരാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. റഹീമുൻ, വല്ലാതെ കരുണ ചെയ്യുന്നവരാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാരുണ്യത്തിൻ്റെ കേദാരമാണെന്ന്, ആർദ്രതയുടെ ഉറവയാണെന്ന് പരാമർശിക്കുന്ന ധാരാളം പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നമാ അന റഹ്മത്തുൻ മുഹ്ദാത്തുൻ. തീർച്ചയായും ഞാൻ മുഖ്യമായും കാരുണ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് കാരുണ്യത്തിൻ്റെ പ്രസരണത്തിന് വേണ്ടി, ആർദ്രമൂല്യങ്ങളുടെ പ്രസരണത്തിന് വേണ്ടി കടന്നു വന്നവരാണ് എന്നർത്ഥം. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസ് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ സഹീഹ് മുസ്ലിമിൽ 2599-ാമത്തെ ഹദീസായി ഉദ്ധരിക്കുന്നത് കാണാം. ഞാൻ ഒരിക്കലും ശപിക്കപ്പെടുന്നവനായിട്ടല്ല നിയോഗിക്കപ്പെട്ടത്, ഞാൻ കരുണ ചെയ്യുന്നവരായിട്ടാണ് നിയോഗിക്കപ്പെട്ടത്. തൻ്റെ ശത്രുക്കൾക്കെതിരെ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പോലും കരുണ ചെയ്യേണ്ടവരാണ് ഞാൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുവിനോട് പ്രതികരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആർദ്രമൂല്യങ്ങളുടെ ഉറവയായിരുന്നു. ആ ഉറവയിലെ ദാഹജലം തേടി മനുഷ്യരെത്തുന്നുണ്ട്. മനുഷ്യരിലെ തന്നെ
പ്രായമുള്ളവരതിലുണ്ട്, കുട്ടികളതിലുണ്ട്, സ്ത്രീകളതിലുണ്ട്, പുരുഷന്മാരതിലുണ്ട്, അവശരുണ്ട്, സമ്പന്നരുണ്ട്, വിദ്യാഭ്യാസമുള്ളവരുണ്ട്, വിദ്യാഭ്യാസമില്ലാത്തവരുണ്ട്. എല്ലാ വിഭാഗം മനുഷ്യരും ആ ഉറവയിലേക്ക് തേടിയെത്തുന്നുണ്ട്. മൃഗങ്ങൾ ആ ഉറവയിലേക്ക് എത്തുന്നുണ്ട്. ആർദ്രതയുടെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉറവ തേടി മനുഷ്യേതര വസ്തുക്കളും മനുഷ്യേതര ജീവികളും കടന്നു വരുന്നുണ്ട്. വൃക്ഷങ്ങൾക്ക് ആ ആർദ്രതയുടെ നീരുറവ ജലം പകർന്നു കൊടുക്കുന്നുണ്ട്. കല്ലുകൾക്കും മണ്ണിനും വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആർദ്രത ലഭ്യമാകുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി മുതൽ തുടർച്ചയായി നമുക്കങ്ങോട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആർദ്ര മൂല്യങ്ങളെക്കുറിച്ച്, കാരുണ്യത്തോടെയുള്ള പെരുമാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്യാം. അതിൽ മാതാപിതാക്കളോട് കരുണ ചെയ്യുന്നതിനെക്കുറിച്ച്, മക്കളോട് കരുണ ചെയ്യുന്നതിനെക്കുറിച്ച്, ഭാര്യമാരോട് കരുണ ചെയ്യുന്നതിനെക്കുറിച്ച്, ഏറ്റവും അടുത്ത ബന്ധുക്കളോട് കരുണ ചെയ്യുന്നതിനെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രായമായവരോട് പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച്, സ്ത്രീകളോട് പ്രവർത്തിച്ചിരുന്നതിനെക്കുറിച്ച്, കുട്ടികളോട് ചെയ്ത കരുണയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റു മതസ്ഥരോട് എങ്ങനെ പെരുമാറിയിരുന്നു, അവരോട് ചെയ്ത കരുണയെക്കുറിച്ച്, അവരോടുള്ള സ്നേഹത്തെക്കുറിച്ച്, അവരോടുള്ള ഇടപെടലുകളെക്കുറിച്ച്, അതോടൊപ്പം തന്നെ തന്നെ വധിക്കാനായി വന്നവരും തന്നോട് യുദ്ധം ചെയ്യാനായി വന്നവരും അടക്കമുള്ള ശത്രുക്കളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിട്ടുവീഴ്ച നൽകിയതിനെക്കുറിച്ച്, മാപ്പ് നൽകിയതിനെക്കുറിച്ച്, അവരോട് അനുകമ്പയോടെ കാരുണ്യത്തോടെ വർത്തിച്ചതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.